നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ലെവലിൽ നമ്മൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിവിടെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ കാണാം ഈ 1 എന്ന് എഴുതിയേക്കണ കണ്ടോ ഈ മുകളിൽ. അവിടെ നമുക്ക് ഒരു ടാബും കൂടെ ഓപ്പൺ ചെയ്യാം. ഈ ടാബിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ടാബ് കൂടെ ഓപ്പൺ ചെയ്യാം. അതിന് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ടാബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ HOC India .blogspot.com അതിനുശേഷം HOC India blogspot.com എന്ന് സ്പേസിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റർ കീ നിൽക്കുക. ഇപ്പോൾ നമുക്ക് ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഔട്ട് ഓഫ് കോഡ് ആക്ടിവിറ്റി ആൻസർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് ക്ലാസ്സിൻ്റെയാണ് ആൻസർ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് LKGയുടെ വേണ്ടത് അതുകൊണ്ട് LKG സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഏതിൻ്റെയാണ് നമുക്ക് സൊല്യൂഷൻ വേണ്ടത് അതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ 2 എന്നുള്ളിടത്ത് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇതിവിടെ കാണിക്കുന്നതായിരിക്കും. ആ ടാബിലോട്ട് പോവുക. അതിനുശേഷം ഒന്നാമത്തെ ആൻസർ നമ്മൾ സെലക്ട് ചെയ്തത് അവിടെ അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഇനി ഇതും സംശയമുണ്ടെങ്കിൽ വീണ്ടും ആ ടാബ് എടുക്കുക. ഈ 2 എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ പസിലിൽ എന്താ സംശയം എന്നുള്ളത് നോക്കുക. അത് മനസ്സിലാക്കുക. അതിന് ശേഷം വീണ്ടും പഴയ ടാബ് എടുക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ട് പോവുക. അതിനുശേഷം ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതിലാണോ സംശയമുള്ളത് അത് ഇതുപോലെ എടുത്തു നോക്കിയിട്ട് ചെയ്തു നോക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. താങ്ക് യു.